welcome to INJIPACHADI'S Vinodam. ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ഒരു ബിരിയാണിയാണ്, മാഞ്ഞാലി ബിരിയാണി. കുറേ പേര് കഴിച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ റൈസ് സെപ്പറേറ്റും അതുപോലെ തന്നെ മസാല സെപ്പറേറ്റ് ആയിട്ടാണ് ഇത് സെർവ് ചെയ്യുക. നമ്മൾ മറ്റുള്ള ബിരിയാണി പോലെ ദമ്മ് ചെയ്യലോ കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ നല്ല ടേസ്റ്റാണ്. നമ്മുടെ മലബാറുകാർക്ക് എങ്ങനെയാണോ തലശ്ശേരി ദം ബിരിയാണി, അതുപോലെയാണ് എറണാകുളംകാർക്ക് മാഞ്ഞാലി ബിരിയാണി. അപ്പോൾ ആ മാഞ്ഞാലി ബിരിയാണീൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കണ്ടു നോക്കുക. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒരു കിലോ ചിക്കൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും, 1 ടീസ്പൂൺ നല്ല മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും, പിന്നെ 1 ടേബിൾ സ്പൂൺ പുളിനാരങ്ങയുടെ നീരും ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം നമുക്ക്. അപ്പോൾ കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഇതൊന്ന് മാറ്റി വെക്കണം. ഇത് മാറ്റി വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് റൈസ് റെഡിയാക്കിയെടുക്കാം. റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ജീരകശാല റൈസാണ് എടുത്തിരിക്കുന്നത്. അതൊരു നന്നായി കഴുകിയതിന് ശേഷം ഒരു 30 മിനിറ്റ് കുതിർത്ത് വെച്ച് അതിന് ശേഷം സ്ട്രെയിൻ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള അരിയാണ്. അപ്പോൾ നമുക്ക് ഇനി റൈസ് റെഡിയാക്കാം. അതിനായിട്ടൊരു പാത്രം വെച്ചിട്ടുണ്ട്, നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടെ അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൂടായ നെയ്യിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും, പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും, പിന്നെ ഒരു 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞും നമുക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു 3 പീസ് ഗ്രാമ്പൂ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക്, ഒരു 5 ഏലക്കായ, ഒരു ബേ ലീഫ് കുറച്ച് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, ഇവ കൂടി ചേർത്തിട്ട് ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സ്പൈസസൊക്കെ ഒന്ന് എണ്ണയിലിട്ട് മൂപ്പിച്ചതിന് ശേഷം നമുക്കതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂണോളം സവാളയേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം ക്യാരറ്റ്, ചെറുതായി അരിഞ്ഞ ക്യാരറ്റ് കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. സവാളയും ക്യാരറ്റും ചേർത്ത് ഒരു 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് അരി വേവാനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 4 ഗ്ലാസ് അരിക്ക് ഒരു 6 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് എന്ന തോതിലാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. പക്ഷേ ഓരോ അരിയുടെ ഇതിനനുസരിച്ച് നമ്മുടെ വെള്ളത്തിൻ്റെ അളവിൽ ചെറിയൊരു വ്യത്യാസം വരും. 1.5 മുതൽ 2 ഗ്ലാസ് വെള്ളം വരെ നമുക്ക് ഏകദേശം ചേർത്ത് കൊടുക്കാൻ പറ്റും. ഓരോ അരിയും നമ്മൾ വെക്കുന്ന പാത്രത്തിൻ്റെയൊക്കെ ഇതിനനുസരിച്ചിട്ട് നമ്മൾ വെള്ളത്തിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു മാറ്റം ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 6 ഗ്ലാസ് ചൂടുവെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ചോറിന് ആവശ്യമായ ഉപ്പും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം പുളിനാരങ്ങയുടെ നീരും ഒഴിച്ച് ഇതൊന്ന് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. തിളച്ചതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന അരി എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരി ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം ഇതൊന്ന് നന്നായി തിളക്കുന്നവരെ നമുക്കൊന്ന് ഇത് അടച്ചു വെക്കാം. ഒരു 2-3 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിച്ചു പോകും. അപ്പോൾ ഒന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം വീണ്ടും നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇപ്പോഴൊക്കെ നമ്മുടെ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഉള്ളത്. അപ്പോൾ ഇനി ചോറും വെള്ളവും ഒരേ ലെവലിലാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ഒന്ന് അടച്ചു വെക്കാം. ഇപ്പം നമ്മുടെ വെള്ളമൊക്കെ ഏകദേശം വറ്റി ചോറും വെള്ളവും ഒരേ ലെവലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി തീ ഒന്ന് കുറച്ചിട്ട് നമുക്കിതൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം.
അപ്പോൾ നമ്മുടെ റൈസിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ ഇട്ട പോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം ക്യാരറ്റ് ഞാൻ വീണ്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിതൊരു 5 മിനിറ്റ് ഒന്നുകൂടി അടച്ചു വെക്കാം. അപ്പോഴേക്കും നമ്മുടെ ചോറ് റെഡിയാവും. ഈ ടൈമൊക്കെ നമ്മുടെ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഉള്ളത്. നമ്മളെ വെള്ളം ഒന്ന് വറ്റിയതിന് ശേഷം പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് ഈ റൈസ് കുക്ക് ചെയ്തെടുക്കുന്നത്. നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം ഇതിൻ്റെ മുകളിലാക്കിയിട്ട് നമുക്ക് കുറച്ച് വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ റൈസ് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഇനി മസാല റെഡിയാക്കി എടുക്കാം. ഇനി നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ച ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ഈ ചിക്കൻ ആദ്യം വേവിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ വെന്തതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് ചിക്കൻ്റെ പീസ് ഓരോന്നായിട്ട് കോരിയെടുക്കാം. നമുക്ക് ഈ ഗ്രേവി വേറെയും അതുപോലെ തന്നെ ചിക്കൻ വേറെയായിട്ടാണ് വേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചിക്കൻ്റെ പീസ് എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഗ്രേവി നമുക്ക് മസാലയ്ക്ക് ആവശ്യമുണ്ട്. അപ്പോൾ 2 സെപ്പറേറ്റ് ആക്കി വെക്കാം നമുക്ക് ആദ്യം. അപ്പോൾ ഇത് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുവാണ്. കുറച്ച് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ട് അതിലാണ് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമുക്ക് ഇത് അധികം ഫ്രൈ ആവേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി നമ്മളെ ചിക്കൻ വെന്ത് കിട്ടിയതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഓയിലിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് കോരിയെടുക്കാം. കൂടുതൽ സമയം ഇത് ഫ്രൈ ചെയ്യാൻ നിന്നാൽ നമ്മളെ ചിക്കൻ്റെ ആ ഉള്ളിലുള്ള സോഫ്റ്റ്നെസ് ഒക്കെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് കോരിയെടുക്കാം. അപ്പോൾ നമുക്കിനി മസാല റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനൊരു ഉരുളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അടികട്ടിയുള്ള പാത്രം എടുത്താൽ നമുക്ക് ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ ഈ ഉരുളിയിലേക്ക് ഞാൻ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഓയിൽ നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചതിൻ്റെ ബാക്കി ഓയിലാണ് എടുത്ത് കൊടുക്കുന്നത്. അത് തന്നെ എടുക്കുന്നതാണ് നമ്മളെ മസാലയ്ക്ക് കൂടുതൽ ടേസ്റ്റ് നൽകുക. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഓയിലൊന്ന് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 4 സവാളയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. നീളത്തിലരിഞ്ഞ 4 സവാള ചേർത്തിട്ട് ഒന്ന് നന്നായി വഴറ്റി കൊടുക്കാം. നമ്മുടെ സവാള പെട്ടെന്ന് വാടിക്കിട്ടാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. നന്നായി സവാള വാടുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. സവാള നന്നായി വാടിയതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 2 പച്ചമുളക് നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു കുടം വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചിയും കൂടി ചതച്ചതാണിത്. അതുകൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർത്ത ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒരു 5 മിനിറ്റ് നന്നായി വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഈ പൊടികളൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 മീഡിയം സൈസ് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ വെന്തുടഞ്ഞ് നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ചപ്പോൾ മാറ്റി വെച്ച വെള്ളം ഉണ്ടല്ലോ, ചിക്കൻ സ്റ്റോക്ക്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
കുറച്ചുകൂടി വെള്ളം ആവശ്യമുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ എടുത്തു വെച്ച പാത്രത്തിൽ തന്നെ കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്തിട്ട് അതുകൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ഗ്രേവി ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കണം. അതിനായിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം. നന്നായി തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസ് ചേർത്ത് കൊടുക്കാം. ചിക്കൻ പീസ് ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ചിക്കനും മസാലയും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഈ ഗ്രേവി ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകുന്നവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം. അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ ഗ്രേവിയൊക്കെ നന്നായിട്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കുക. അതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് പുതിനയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബിരിയാണി മസാല. ഒന്നിക്ക് ഗരം മസാലപ്പൊടി അല്ലെങ്കിൽ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം ഒരു പുളിനാരങ്ങയുടെ പകുതി നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞിട്ട് അതിൻ്റെ നീര് കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്തിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തീ ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഗീ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും ചേർത്തിട്ട് നമുക്ക് അതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫാക്കി വെക്കാം. അപ്പോൾ നമ്മുടെ മാഞ്ഞാലി ബിരിയാണിയുടെ മസാലയും റെഡിയായി, റൈസും റെഡിയായി. അപ്പോൾ ഇത് സെർവ് ചെയ്യുന്നതിന് ഇതിനൊരു പ്രത്യേക സ്റ്റൈലിലാണ് നമ്മളിത് സെർവ് ചെയ്യുക. ഞാൻ പറഞ്ഞില്ല ദമ്മൊന്നും ഇടില്ലാന്ന്. അപ്പോൾ നമുക്ക് ആ സെർവ് ചെയ്യുന്ന രീതിയും കൂടി നോക്കിയിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മൾ ബിരിയാണി സെർവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബിരിയാണി എടുത്തിട്ട് നമ്മളതിൻ്റെ മുകളിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്തത് ഉണ്ടല്ലോ, അതൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഈ വീഡിയോ കാണുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ നമ്മൾ റൈസിനും വലിയ ഇതൊന്നും സംഭവിക്കില്ല. അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ ഉടഞ്ഞൊക്കെ പോയി ആകെ ഇതായിപ്പോവും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് റൈസ് കിട്ടിയിട്ടുമുണ്ട്. ഒന്നും തമ്മിൽ ഒട്ടിപ്പിടിക്കുന്ന പോലും ഇല്ല. നല്ല പെർഫെക്റ്റായിട്ട് നമ്മൾ റൈസ് ആയി വന്നിട്ടുണ്ട്. തണിഞ്ഞപ്പോൾ കണ്ടോ, നല്ല പെർഫെക്റ്റ് അല്ലേ? അപ്പോൾ ഇനി നമുക്ക് ഒരു ബൗളിലാണ് നമ്മളിത് ആദ്യം ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഇതുപോലുള്ള ഒരു ബൗൾ എടുക്കാം. നമുക്ക് ഈ ബൗളിലേക്ക് കുറച്ച് മല്ലിയിലയും പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് റൈസും ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബൗളിൽ റൈസ് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സെർവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്ലേറ്റിലേക്ക് നമുക്കിതൊന്ന് കമഴ്ത്തി കൊടുക്കാം. ഈ വീഡിയോ കാണുന്ന പോലെ ചെയ്താൽ മതി. ഒരു പ്ലേറ്റ് അതിൻ്റെ മുകളിലോട്ട് വെക്കുക, എന്നിട്ട് ഇതൊന്ന് കമഴ്ത്തിയെടുക്കുക. അപ്പോൾ നമ്മുടെ റൈസ് നല്ല സെറ്റായിട്ട് നമ്മളെ പ്ലേറ്റിലോട്ടേക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ റൈസ് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്കിതിൻ്റെ സൈഡിലേക്കായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് മാഞ്ഞാലി ബിരിയാണി സെർവ് ചെയ്യുക. ഒരു സൈഡിൽ മസാല വെച്ച് കൊടുക്കുക, റൈസ് സെപ്പറേറ്റ്, മസാല സെപ്പറേറ്റ് ആയിട്ട്. ഇങ്ങനെ ഒന്ന് ആക്കിയിട്ട് എല്ലാവരും കഴിച്ചു നോക്ക്, എന്നിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ ഞാനിതിൻ്റെ കൂടെ കുറച്ച് സലാഡും പിന്നെ ഒരു പപ്പടവും, ബിരിയാണിക്ക് പപ്പടം ഇല്ലെങ്കിൽ ശരിയാവില്ല, അപ്പോൾ ഒരു പപ്പടവും പിന്നെ ഇച്ചിരി അച്ചാറൊക്കെ ഇട്ടിട്ട് നല്ല ഒരു ലഞ്ച് ഇന്ന് റെഡിയാക്കിയിട്ടുണ്ട്. അതാണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും, ഇതുവരെ സബ് ചെയ്യാത്തവർ സബ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനൊന്നും മറക്കില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്.